നമസ്കാരം. എങ്ങനെയാണ് ഒരു നല്ല മാതാവാവേണ്ടത്? എങ്ങനെയാണ് ഒരു പിതാവാവേണ്ടത്? എങ്ങനെയാണ് നല്ലൊരു പാരന്റ് ആവേണ്ടത്? ഈ ഒരു കാര്യം ബഹുഭൂരിപക്ഷം പേരും പഠിച്ചിട്ടല്ല വരുന്നത്. ഒരു പാരന്റ് ആയതിനു ശേഷം, ഒരു രക്ഷിതാവായതിനു ശേഷം നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ സ്വയം പഠിച്ചെടുക്കുന്നതാണത്. അല്ലെ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരു നല്ല രക്ഷിതാവാൻ ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സ്വയം ജീവിതത്തിലൂടെ തന്നെ നമ്മളത് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? ഒരു രക്ഷിതാവായി കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം സമയം മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് നീക്കിവെക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളോട് ചോദ്യം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഈ കഠിനമായ യാത്രയിൽ നിങ്ങളുടെ മനസ്സ് എത്ര ഭാരങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ പല വേദനകളും പറഞ്ഞിട്ടില്ല. ചില കുറ്റബോധങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ പല ഭയങ്ങളും ആരോടും പറയാതെ നിങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഈ യാത്രയിലുള്ള ചില മുറിവുകളും വേദനകളും ഇന്നും സുഖപ്പെടാതെ നിങ്ങളുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിലുണ്ട്. ഇല്ലേ? ഇവയെ സുഖപ്പെടുത്താനുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സാണ് നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. ആർ യു റെഡി? റെഡിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് റെഡി എന്ന് പറയാം. താങ്ക് യു. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. ആഴത്തിലുള്ളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തുവിടുക. ഇനി നിങ്ങൾ മനസ്സിൽ ഓരോ ശ്വാസം എടുക്കുമ്പോഴും പറയുക, ഞാനിപ്പം എന്നിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ എന്നിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ എന്നിലേക്ക് തിരിച്ചു വരികയാണ്. റിലാക്സ്. ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ പുസ്തകം തുറക്കുന്ന പോലെ സങ്കല്പിക്കുക. നിങ്ങളെന്ന വ്യക്തിയിലെ രക്ഷിതാവാണത്. നിങ്ങളെന്ന വ്യക്തിയിലെ മാതാവോ നിങ്ങളെന്ന വ്യക്തിയിലെ പിതാവോ ആണത്. ആ വലിയ പുസ്തകം നിങ്ങളുടെ മനസ്സിൽ തുറന്നു വെക്കുക. ആ പുസ്തകത്തിന്റെ ഓരോ പേജുകളിലും നിങ്ങളുടെ രക്ഷിതാവിന്റെ ജീവിതമാണുള്ളത്. കുടുംബത്തിനു വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഉറക്കമില്ലാത്ത രാത്രികൾ, പലപ്പോഴും വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാനാവാതെ മനസ്സ് പിങ്ങിപ്പൊട്ടിയ നിമിഷങ്ങൾ, ചില സമയം മറക്കുന്ന സ്വപ്നങ്ങൾ, കുട്ടികൾക്കായി നിങ്ങൾ ചെയ്ത ഓരോ ത്യാഗവും, നിങ്ങളുടെ ഹൃദയം എത്ര തവണയാണ് മുറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുക. ഇതിനിടയിൽ നിങ്ങളുടെ ഹൃദയം എത്ര തവണയാണ് മുറിഞ്ഞു വീണത് എന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുക. നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളാവും ഇനി പറയാൻ പോകുന്നത്. എന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ കുടുംബം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ നല്ലൊരു രക്ഷിതാവാണോ? ഞാൻ നല്ലൊരു മാതാവാണോ? പിതാവാണോ? ഞാൻ ചെയ്ത പല പിഴവുകളും അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാവുന്നു. ഞാൻ വഴക്ക് പറഞ്ഞ നിമിഷങ്ങൾ അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നൽകിയില്ലാത്ത സമയത്തിൻ്റെ കുറ്റബോധം അവരിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടാവുമോ? അവരുടെ ഭാവിയെക്കുറിച്ചുള്ള രാത്രിയിൽ ഉറക്കമില്ലാത്ത ഭയങ്ങൾ, മാതാപിതാക്കളുടെ തെറ്റുകൾ മക്കളിൽ പ്രതിഫലിക്കുമെന്ന് പേടി. നിങ്ങളൊരു മാതാവാണെങ്കിൽ
തളർന്ന മനസ്സോടുകൂടിയും ഞാൻ തളരാൻ പാടില്ല, ഞാൻ തളർന്നാൽ എൻ്റെ കുടുംബം തളർന്നു പോകുമെന്ന മനസ്സ്. നിങ്ങളൊരു മാതാവാണെങ്കിൽ ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ പിന്നോട്ടില്ല, എനിക്ക് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? നിങ്ങളൊരു പിതാവാണെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഭാരവും നിങ്ങളുടെ തലയിലാണ്. നിങ്ങളുടെ പല വികാരങ്ങളും നിങ്ങൾക്ക് പറയാൻ പാടില്ല. മക്കൾക്കായാണ് നിങ്ങൾ ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. റിലാക്സ്. ഈ പറഞ്ഞ വേദനകൾ, ഭയങ്ങൾ, കുറ്റബോധങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്വതന്ത്രമാകാം. ഇനി എത്ര കാലം ഇതിനെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവയ്ക്കണം? ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ പാത്രം എടുക്കുക. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഈ എല്ലാ ഭാരങ്ങളെയും നിങ്ങൾ ആ വലിയ പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായി നിക്ഷേപിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്ന ആ ജീവിത ഭാരങ്ങളെല്ലാം, നിങ്ങളുടെ മനസ്സിൽ തോന്നിയ വേദനകളെല്ലാം ഓരോന്നോരോന്നായി ആ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാം. നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ലിസ്റ്റ് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം. നിങ്ങളൊരു നല്ല പാരൻ്റാണോ, നല്ലൊരു മാതാവാണോ, നല്ലൊരു പിതാവാണോ എന്നുള്ളൊരു കുറ്റബോധം ഇനി നിങ്ങളിൽ വേണ്ട. ആ കുറ്റബോധത്തെ എല്ലാം ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. റിലാക്സ്. നിങ്ങളൊരു നല്ല രക്ഷിതാവാണോ എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതൊന്നും ഇനി നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതിനെയെല്ലാം നിങ്ങൾക്ക് ആ വലിയ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. റിലാക്സ്. കുട്ടികൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ പലപ്പോഴും നൽകിയില്ലാത്ത സമയത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. ഒരു രക്ഷിതാവെന്ന നിലയിൽ നിങ്ങൾ ചെയ്ത പല പിഴവുകളും അവരെ ബാധിക്കുമോ എന്നുള്ള ചിന്ത, അതിനെയെല്ലാം നിങ്ങൾക്ക് ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. റിലാക്സ്. ഒരു പാരൻ്റ് എന്ന നിലയിൽ നിങ്ങളെ ഉറക്കമില്ലാത്ത എല്ലാ അവസ്ഥകളും, രാത്രികളും, അതിനെയെല്ലാം ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി ചെയ്തുകൊണ്ടിരിക്കുക. റിലാക്സ്. നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിൽ നിന്നും വന്നുപോയ വാക്കുകൾ കുട്ടികളെയോ കുടുംബത്തെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. റിലാക്സ്. ഒരു രക്ഷിതാവെന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നിയ ഭയങ്ങളും ആശങ്കകളും എല്ലാം ആ വലിയ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് ഇതെല്ലാം ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കുക. റിലാക്സ്. ഒരു രക്ഷിതാവെന്ന നിലയിൽ സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് ദിവസങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ആ വലിയ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇനി ഒരു ശ്വാസമെടുത്ത് പുറത്തു വിടാം. റിലാക്സ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ആ പാത്രത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിപ്പോൾ പൂർണ്ണമായും സ്വതന്ത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കാം. കൈകൾ നെഞ്ചിലേക്ക് വെച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം കുറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വേദനകളെല്ലാം കുറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആദികളും പിണക്കങ്ങളും വിഷമങ്ങളും എല്ലാം മനസ്സിൽ നിന്നും മാഞ്ഞിരിക്കുന്നു. ഫീൽ ഇറ്റ്. ഒരു ശ്വാസം എടുത്ത് പുറത്തു വിടാം. ഹൃദയത്തിൽ നിന്നും നല്ലൊരു വെളിച്ചം പുറത്തേക്ക് വരുന്നു.
നിങ്ങളുടെ എല്ലാ വേദനകളും മാറി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള വെളിച്ചം പുറത്തേക്ക് വരുന്നു. ഒരുപാട് ഇരുട് മൂടിക്കിടന്ന് ആ വെളിച്ചം ഒരു വലിയ ഇരുട്ടിൽ നിങ്ങളുടെ മനസ്സ് നിൽക്കുകയായിരുന്നു. ആ ഇരുട്ടിൽ നിന്നും ആ ഇരുട്ട് എല്ലാം മാറി നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു വലിയ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നു. നിങ്ങളൊരു വെളിച്ചമായി മാറുന്നു. മനസ്സിൽ പറയാം, നിങ്ങൾ ചെയ്തതൊക്കെ സ്നേഹത്തോടെയാണ്. ഒരു രക്ഷിതാവെന്ന ഉത്തരവാദിത്തോടെയാണ്, ഒരു രക്ഷിതാവെന്ന സ്നേഹത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം പതുക്കെ ആവർത്തിക്കുക. ഞാനൊരു നല്ല രക്ഷിതാവാണ്, ഞാനൊരു നല്ല മാതാവാണ്, ഞാൻ നല്ലൊരു പിതാവാണ്, ഞാൻ നല്ലൊരു അമ്മയാണ്, ഞാൻ നല്ലൊരു അച്ഛനാണ്, ഞാൻ നല്ലൊരു ഉമ്മയാണ്, ഞാൻ നല്ലൊരു ഉപ്പയാണ്, ഞാൻ നല്ലൊരു മമ്മിയാണ്, ഞാൻ നല്ലൊരു പപ്പയാണ്. ഞാൻ ചെയ്തതെല്ലാം സ്നേഹത്തോടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞാൻ എൻ്റെ എല്ലാ കുറ്റബോധങ്ങളും വിടുന്നു. ഞാൻ എൻ്റെ എല്ലാ മുറിവുകളും ഇവിടെ ഉപേക്ഷിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാനൊരു സന്തോഷവും സമാധാനവുമുള്ള രക്ഷിതാവാകുന്നു. 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കാം. റിലാക്സ്. 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കാം. റിലാക്സ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ വാക്കുകളെല്ലാം പതിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഈ വാക്കുകൾ പതിഞ്ഞിരിക്കുന്നു. യെസ്, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്, സ്വസ്ഥമാണ്, സമാധാനത്തിലാണ്. ഇനി പുറത്തുള്ള എല്ലാ ശബ്ദങ്ങളിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് 2 കൈകളും കൂട്ടിത്തിരുമ്മി മുഖം മസാജ് ചെയ്ത് 2 കൈകളും കണ്ണിലേക്കും എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ടച്ച് ചെയ്തുകൊണ്ട് കണ്ണുകൾ സാവധാനം ചിമ്മി 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 തുറക്കാം. ഓപ്പൺ യുവർ ഐസ്.